നീ ഓർക്കുകയാണോ? അതെ അമ്മേ. ആ അമ്മേ, ഞാനൊരു പുതിയ കുപ്പായം തുന്നിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് അമ്മേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാവും മരിച്ചതിൽ പിന്നെ നീ എന്റെ പൊന്നു മോള് എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അമ്മേ, അതെന്റെ കടമയല്ലേ അമ്മേ? കുഞ്ഞാവെ നോക്കിക്കേ, അവൾ ഇട്ടിരിക്കുന്നതേ ഞാൻ തുന്നിയെടുക്കാം. മോളെ, നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ദൈവം നിനക്ക് പ്രതിഫലം നൽകും. എനിക്ക് തോന്നുന്നു നമ്മുടെ അസുന്ദരിക്കും കുടുംബത്തിനും ദൈവപരിപാലനയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളുടെ ഭർത്താവ് ലൂയിസ് മരിച്ചത് പിന്നെ അവളാ വഴിയിൽ പണിക്ക് പോകുന്നത്. എത്ര പെട്ടെന്നാണെന്നോ അവളുടെ പണി. നല്ല വൃത്തിയും, എല്ലാ ദിവസവും ജോലിക്ക് പോകും. അതെ അതെ, അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. എങ്കിലും അവൾക്കൊരു ക്ഷീണവും ഇല്ല. മരിയ, അവൾ ആ വീട്ടിലെ സർവ്വ ജോലി ചെയ്യും. അക്ഷരാഭ്യാസം വെച്ചെന്താ? സന്ധ്യാപ്രാർത്ഥന മുഴുവനെ അവർക്ക് കാണാപ്പാടമാ. വൈകുന്നേരം ആ വീടിന്റെ സമീപത്തുകൂടി ഒന്ന് പോയാൽ മതി. എന്തൊരു പ്രാർത്ഥനയാ!
മരിയ മരിയ ഇവിടെ പോയി കിടക്കുക. മരിയ എന്താ എന്താ എന്നെ വിളിച്ചത്? നീ അവിടെ എന്തൊക്കെയായിരുന്നു? ഞാൻ അലക്സാണ്ടറിനെ ഏൽപ്പിച്ച ആ പഴി തിന്നുകയായിരുന്നു. എന്താ അതിപ്പോൾ വേണം? തല്ലിപ്പോൾ വേണ്ടത് എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. എന്ത് അതിന്റെ മറുപടി ഞാൻ എന്നെ പറഞ്ഞതല്ലേ? ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ പഴി ജപമാല എടുക്കാൻ ചൊല്ലേ. എന്നോട് അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആവശ്യപ്പെട്ടത് അത് നേടിയെടുത്തിട്ടേ ഈ അലക്സാണ്ടർ പോകും. നിനക്കതിന് സമ്മതമാണോന്നൊന്നും എനിക്കറിയണ്ട. ഇതേ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. അലക്സാണ്ടർ ഇപ്പോൾ പോകും. അല്ലെങ്കിൽ ഞാനിതിന്റെ അമ്മയോട് പറയും. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. നിന്നെ ഞാൻ സ്വന്തമാക്കും. അതിനേത് മാർഗവും ഈ അലക്സാണ്ടർ ശ്രമിക്കും. അരുതേ, എന്നെ ഉപദ്രവിക്കരുത്. എന്റെ ദൈവമേ, അങ്ങേക്ക് സമർപ്പിതമായ എന്റെ ജീവിതം അലക്സാണ്ടർ എന്നെ ഉപദ്രവിക്കും. നീ എന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പ്രവർത്തിപ്പിക്കും. എന്റെ മോളെ, നീ നീ എന്നെ വിട്ടിട്ട് എന്തിനാ മോളെ പോയത്? അടുത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ ഇനി ആരുണ്ട് എന്നെ സഹായിക്കാൻ? എന്റെ മോളെ, നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? അസൂതി കരയാതെ. ഞങ്ങളുടെ മാലാകുട്ടിയായിരുന്നു മരിയ. അവളെ ആ കാട്ടാളൻ അലക്സാണ്ടർ അവനെ ഇടങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോയി. അവന്റെ തലയിൽ തീ വീണാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയില്ല. അവത്തേക്കാൾ നല്ലത് മരണം. അതായിരുന്നു എന്റെ മോളുടെ ആഗ്രഹം. അതവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ ദൈവമേ, എന്റെ മോളെ ഞാൻ വലിയ ഏത് നേരത്താണ് എനിക്ക് അത് ബുദ്ധി തോന്നിയത്. ഒരു നോട്ടം കൊണ്ട്